മക്കളെ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഇൻ്റഗ്രേഷൻ ബൈ സ്പെഷ്യൽ ഫോർമുല. ഒരുപാട് സ്പെഷ്യൽ ഫോർമുലാസ് ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് നാളെ ചോദിക്കാൻ സാധ്യത ഉണ്ട് എന്ന് സാർക്ക് മനസ്സിൽ തോന്നിയ ക്വസ്റ്റ്യൻസ് മാത്രമാണ് സ്പെഷ്യൽ ഫോർമുലയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. 4 സ്പെഷ്യൽ ഫോർമുല നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും. ഒന്ന് ശ്രദ്ധിക്ക്. ഫസ്റ്റ് സ്പെഷ്യൽ ഫോർമുല ഇതൊന്ന് പഠിക്കടാ, ഇതൊന്ന് പഠിക്കേ. എന്താണ്? ഇൻ്റഗ്രൽ 1/x² - a² dx ഇസ് ഈക്വൽ ടു 1/2a. ഇവിടെ എന്താണ് a? അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 1/2a log x minus a divided by x plus a plus c. ഈ ഫോർമുല ഉപയോഗിച്ച് സാറ് 4 എണ്ണം പറഞ്ഞുതരും സ്പെഷ്യൽ ഫോർമുല. ഈ 4 അല്ലെങ്കിൽ ഈ 4-ൽ നിന്ന് ഏതെങ്കിലും നാളെ വരാൻ സാധ്യതയുണ്ട്. നോക്കിക്കോ. ഇപ്പം ഇവിടെ എന്താ അവസ്ഥ? ആ ഫോർമുല എങ്ങനെയാണ് സാർ ചോദ്യമായിട്ട് വരിക എന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് ചോദ്യമായിട്ട് വരിക. ഈ ചോദ്യം നമ്മൾ എടുത്തെഴുതുന്നു. ഇതിനെ ഏത് രൂപത്തിലേക്ക് ആക്കാം? 1/ ഇത് കണ്ട് നമുക്ക് മനസ്സിലാക്കാം. x² ഇരിക്കട്ടെ. 16 നമുക്ക് എന്ത് എഴുതാം മക്കളെ? 4² എന്ന് എഴുതാടാ. 16 നമുക്ക് എങ്ങനെ എഴുതാം? 4² എന്ന് എഴുതാം അല്ല. ഇതിപ്പോൾ ഈ ഫോർമുല ഏത് ഫോർമുലയായി? നമ്മുടെ സ്പെഷ്യൽ ഫോർമുല ടൈപ്പായി. 1/x² - a². അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ്, എയുടെ സ്ഥാനത്ത് എന്താ? 4 ആടാ. എയുടെ സ്ഥാനത്ത് എന്താ? 4. അപ്പോൾ നമുക്ക് ഫോർമുല ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. എന്താ ഫോർമുല? 1/2a. 1/2a. 2 ഇൻറ്റു എയുടെ സ്ഥാനത്ത് ഇവിടെ എന്താ നോക്കടാ? a² എന്ന് പറയുമ്പോൾ ഇവിടെ 4² ആണ്. അപ്പോൾ എയുടെ സ്ഥാനത്ത് 4 ആണ്. സോ 1/2 × 4 log x minus a. എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് തന്നെയാണ് ഫോർമുലയിൽ അല്ലേ? ഇവിടെ നോക്ക്, ഫോർമുലയിൽ x² - a². സോ x² - 4². അപ്പോൾ എക്സിൻ്റെ അവിടെ എക്സും എയുടെ അവിടെ 4ഉം, എക്സിൻ്റെ അവിടെ എക്സും എയുടെ അവിടെ 4ഉം ആണ്. എക്സിൻ്റെ അവിടെ എക്സും എയുടെ അവിടെ 4ഉം ആണ്. സോ x minus a, എയുടെ അവിടെ എന്താ? 4 ആണ്. ബൈ x plus a, എയുടെ അവിടെ എന്താ? 4 ആണ്. പ്ലസ് c. സോ ദ ഫൈനൽ ആൻസർ ഈസ് 1/2 × 4 എത്രയാണ് മക്കളെ? 8 log x minus 4/x plus 4 plus c. സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയതല്ലേ? നോക്ക്. ഈ സ്പെഷ്യൽ ഫോർമുല ഒന്ന് മനസ്സിൽ വെക്കുമല്ലോ അല്ലേ? ഈ സ്പെഷ്യൽ ഫോർമുല മനസ്സിൽ വെച്ചിട്ട് പോയാൽ മതി. ഈ ടൈപ്പിൽ വരുമ്പോൾ നിങ്ങൾ ഞെട്ടരുത്, ചെയ്യണം. ഇനി അടുത്ത ഫോർമുല നോക്കാം. യെസ്, ഇതാണ് മക്കളെ രണ്ടാമത്തെ സ്പെഷ്യൽ ഫോർമുല. അവിടെ നമുക്ക് x² - a² ആയിരുന്നെങ്കിൽ ഇവിടെ a² - x² ടൈപ്പിൽ നേരെ ഉൾട്ടാ. ഒന്ന് നോക്കിയേ. ഇവിടെ x² ഫസ്റ്റും a² പിന്നീടുമാണ്. നേരെ തിരിഞ്ഞു. x² - a² എന്തായി? a² - x² ആയി. അപ്പം എന്താ ഫോർമുല? ഏകദേശം സെയിം ആണ്. നമ്മളിവിടെ ചെയ്തത് x minus a/x plus a. അവിടെ എന്താ ചെറിയ വ്യത്യാസമുള്ളൂ, a plus x by a minus x. പക്ഷെ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഒരു കുടുക്കുണ്ട്. അത് ആർക്കെങ്കിലും മനസ്സിലായോ? സാറേ x² എപ്പോഴും തനിയെ വരണം. ഇവിടെ x² കൂടെ എന്തുണ്ട്? ഈ 9 ഉണ്ട്. അങ്ങനെ x² കൂടെ 9 മറ്റേ ഒട്ടി വരികയാണെങ്കിൽ, x² കൂടെ 9 മറ്റേ ചേർന്ന് വരികയാണെങ്കിൽ ആ 9 ആദ്യം തന്നെ ഒഴിവാക്കണം മക്കളെ, ഇല്ലെങ്കിൽ പണി കിട്ടും. ഈ 9 എങ്ങനെ ഒഴിവാക്കാം? താഴത്തുള്ള ഡിനോമിനേറ്റർ കംപ്ലീറ്റ് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്തിനാണ് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണത്? നിങ്ങൾക്ക് തന്നെ അറിയാം. 9 കൊണ്ട് ഡിവൈഡ് ചെയ്തു സാറ്, എന്നാൽ മാത്രമേ ആ x² ഫ്രീ ആക്കണം. x² ഇവിടെ ഒന്നും പാടില്ല. a is a constant, കുഴപ്പമില്ല. x² ഇവിടെ ഒന്നും പാടില്ല. അപ്പോൾ x² തനിച്ചാക്കാൻ വേണ്ടി കംപ്ലീറ്റ് 9 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഈ 9 വെട്ടിപ്പോവും. അപ്പോൾ നമുക്കിത് എങ്ങനെ കിട്ടും പറയേ? dx by പറയടാ 1/9 അല്ലേ? യെസ്. ആ 9 വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 3 എന്നിട്ട് ഇവിടെ ഇങ്ങനെ സ്ക്വയർ എഴുതിക്കൂടെ? 1² 1 ആണ്, 3² എന്താണ്? 9 ആണ്. സ്ക്വയർ എഴുതി മൈനസ് x². ഇപ്പം ഇത് എന്ത് ഫോർമുല ആയിടാ? നോക്ക്, dx by a² minus x². അപ്പോൾ എയുടെ സ്ഥാനത്ത് എന്താണെന്ന് നോക്കിയേ? 1/3. x² സ്ഥാനത്ത് എന്തെന്നെയാ? x² തന്നെയാണ്. നോക്കി, എയുടെ സ്ഥാനത്ത് എന്ത് കിട്ടി നമുക്ക്? 1/3. കാരണം 1/9 1/3² എന്ന് എഴുതി സാർ. ശരിയല്ലേ? യെസ്. ഇനി അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ ഫോർമുല? 1/2a. സോ 1/2 ഇൻറ്റു എയുടെ സ്ഥാനത്ത് എന്താ? 1/3 log mod a plus x. എയുടെ സ്ഥാനത്ത് എന്താ? 1/3 plus x by a minus x. എയുടെ സ്ഥാനത്ത് എന്താ? 1/3 minus x plus c. ഇത് വേണമെങ്കിൽ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. ഈ 3 മുകളിൽ വരും. ഡിനോമിനേറ്റർ ഉള്ളത് മുകളിൽ വരും. നമ്മൾ പഠിച്ചില്ല. അപ്പോൾ 2/3 എന്നുള്ളത് എന്താവും? ആ 3 മുകളിൽ വന്നാൽ
നോക്കട്ടെ മക്കളെ, ഡിനോമിനേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിൽ ഒരു നമ്പർ വന്നാൽ ദാറ്റ് വിൽ കംസ് ടു ന്യൂമറേറ്റർ. അപ്പോൾ ഇത്രയും മുകളിലേക്ക് വരും. അപ്പോൾ അത് 3/2 ആവും. പിന്നെ ലോഗ് 1/3 പ്ലസ് എക്സ് ഉണ്ട്. എന്നിട്ട് ലോഗ് 1/3 പ്ലസ് എക്സ് ഉണ്ട്. പിന്നെ എന്തുണ്ട്? 1/3 മൈനസ് എക്സ് ഉണ്ടോ? യെസ്, 1/3 മൈനസ് എക്സ് പ്ലസ് സി എന്നാണ്. ഇനി ഇതെന്ത് ചെയ്യാം? 3/2 ലോഗ്, ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, 1 × 1 1 പ്ലസ് 3 × x 3x ഡിവൈഡഡ് ബൈ എന്തുണ്ട്? 3 ഉണ്ട്. ഇനി താഴത്തെ 1 × 1 1 മൈനസ് 3 × x 3x താഴെ എന്തുണ്ട്? 3 ഉണ്ട് പ്ലസ് സി. ഈ താഴെയുള്ള 3യും താഴെയുള്ള 3യും വെട്ടിപ്പോയാൽ ദ റിമൈനിങ് ഈസ് പറയണ മക്കളെ 3/2 ലോഗ് 1 പ്ലസ് 3x ബൈ 1 മൈനസ് 3x പ്ലസ് സി. സ്പെഷ്യൽ ഫോർമുല പൊളിച്ചില്ലേ? സ്പെഷ്യൽ ഫോർമുല പൊളിച്ചില്ലേ? ഇനി ആരൊക്കെയോ പറയുന്നുണ്ട് സാറേ 2 സ്പെഷ്യൽ ഫോർമുലയായി, ഒരു 2 എണ്ണം കൂടി തരുമോ എന്ന്. സാറേ 2 സ്പെഷ്യൽ ഫോർമുലയായി, 2 എണ്ണം കൂടി തരുമോ? ഓക്കെ, നിങ്ങൾ ചോദിച്ചാൽ ഇനിയും തരാം. ഈ വീഡിയോ വീണ്ടും വീണ്ടും കണ്ടേക്ക്. ഇത് അടുത്ത ഫോർമുല ചോദിക്കാൻ സാധ്യത കൂടുതലുള്ള ഒരു ഫോർമുല നോക്കിക്കേ. x² പ്ലസ് a². ഇൻ്റഗ്രൽ 1/x² പ്ലസ് a². ഇത് ഫോർമുല തന്നെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ടോ? ഈ ഫോർമുല ഇതുപോലെ തന്നെ ഈ ഐഡന്റിറ്റി ചെയ്തിട്ട് ഇൻ്റഗ്രൽ 1/x² പ്ലസ് a² dx ഈക്വൽ ടു ഡാഷ് എന്ന് പറഞ്ഞ് ചോദിക്കലുണ്ട്. അതുകൊണ്ട് ഈ ഫോർമുല ഒന്ന് നോക്കിക്കോ, 2 വട്ടം നോക്കിക്കോ, 3 വട്ടം നോക്കിക്കോ. നാളെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും ഇൻ്റഗ്രൽ 1/x² പ്ലസ് a² dx ഈക്വൽ ടു ഡാഷ്. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്ന 1/a tan ഇൻവേഴ്സ് x/a. ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്, ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യും? ഇതെങ്ങനെ ചെയ്യുക? കൈകൊണ്ട് തന്നെ അല്ലേ സാറേ? ഇതിൽ മേലെ 1 ഒക്കെ വരണമല്ലോ സാർ. ഇവിടെ മേലെ 1 ഇല്ലല്ലോ. ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾ. സോ ഇൻ്റഗ്രൽ x/1² എന്ന് എഴുതാം. x⁴ ഇങ്ങനെ എഴുതിയ പോലീസ് പിടിക്കുമോ? ഒരിക്കലും ഇല്ല സാർ. കാരണം 2 × 2 എന്താണ് സാർ? 4 ആണ് സാർ. 2 × 2 എന്താണ് സാർ? 4 ആണ് സാർ. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ അപ്ലൈ ചെയ്തുകൂടെ സാർ? സാറ് കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട് സാർ, പുട്ട് ടി ഈക്വൽ ടു ബ്രാക്കറ്റിലുള്ളതിന് കൊടുക്കാം സാർ. പുട്ട് ടി ഈക്വൽ ടു x². സോ dt/dx ഈക്വൽ ടു x²ൻ്റെ എന്താ? 2x ആണ്. ഈ dx അങ്ങോട്ട് പോകുമ്പോൾ എന്ത് കിട്ടും? dt ഈക്വൽ ടു 2x dx എന്ന് കിട്ടും. പക്ഷേ ഇവിടെ x dx ഉള്ളൂ, x dx ഉള്ളൂ. അപ്പോൾ നമുക്ക് x dx മതി. 2 വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ x dx ഒന്ന് പറഞ്ഞേ, x dx is equal to dt/2. dt/2. അപ്പോൾ x dxൻ്റെ ഇവിടെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഒന്ന് നോക്കിക്കേ. x dxൻ്റെ ഇവിടെ നമുക്ക് ഈ x dxൻ്റെ ഇവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? dt/2 അല്ലേ? ഇതൊക്കെ നന്നായി ശ്രദ്ധിച്ച് പഠിക്കണം. dt/2 ബൈ താഴെ 1² തന്നെയാണ്, പ്രശ്നമില്ല. x² നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്? t. x² നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്? t. സോ t². ഇതിപ്പോൾ എന്ത് ഫോമായി നോക്കിക്കേടാ? ഈ 1/2 പുറത്തെടുക്കാം. ഈ 1/2 നമുക്ക് എന്ത് ചെയ്യാം? പുറത്തെടുക്കാം. ഈ 1/2 പുറത്തെടുക്കാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 1/2 പുറത്തെടുക്കുമ്പോൾ എന്ന് പറയേ, 1/2 പുറത്ത് വരുമ്പോൾ നോക്ക്, ഈ dt/2ലുള്ള 2 പുറത്തെടുക്കുമ്പോൾ dt ഉണ്ട്, താഴെ എന്തുണ്ട്? 1² പ്ലസ് t². 1² പ്ലസ് t² വേണമെങ്കിൽ നമുക്ക് t² പ്ലസ് 1² എന്ന് എഴുതിയാലും പ്രശ്നമില്ല. 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ dt/t² പ്ലസ് 1². ഇതിപ്പോൾ എന്ത് ഫോമിലായി നോക്കിക്കേ? ഈ ഫോമിലായി ഇൻ്റഗ്രൽ 1/x² പ്ലസ് a². നോക്കിക്കേ, ഇൻ്റഗ്രൽ 1/x² പ്ലസ് a². എക്സിൻ്റെ സ്ഥാനത്ത് t, എയുടെ സ്ഥാനത്ത് 1. സോ 1/2 പുറത്തുണ്ട്. എന്താ ഫോർമുല നോക്കിയേ? 1/a tan ഇൻവേഴ്സ് x/a. അപ്പോൾ 1/2 ഇത് കോൺസ്റ്റന്റ് ആണ്, പുറത്തെടുത്ത് 1/a. എയുടെ സ്ഥാനത്ത് ഇവിടെ എന്താ? 1 ആണ് സാർ. സോ 1/a tan ഇൻവേഴ്സ് എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ t ആണ്, t/a. എയുടെ സ്ഥാനത്ത് എന്താണ്? 1. 1/a tan ഇൻവേഴ്സ് x/a പ്ലസ് സി. ഇനി ടിയുടെ സ്ഥാനത്ത് നമ്മൾ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ജസ്റ്റ് സ്പെഷ്യൽ ഫോർമുല. എക്സിൻ്റെ ഇവിടെ t ആണ്, എയുടെ അവിടെ 1 ആണ്. ആ സ്പെഷ്യൽ ഫോർമുല നോക്കിയേ, x² പ്ലസ് a². എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താ? t ആണ്. എയുടെ സ്ഥാനത്ത് ഇവിടെ എന്താ? 1 ആണ്. സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇതെനിക്ക് നാളെ വരുന്ന എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഫോർമുലയും ഈ പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചേക്ക്, എൻ്റെ മനസ്സ് പറഞ്ഞാൽ വരും. സോ 1/1 1 പോയി. ടാൻ ഇൻവേഴ്സ് t പ്ലസ് സി. ടിക്ക് എന്താ കൊടുത്തിരിക്കുന്നത്? ടിയിൽ ഒരിക്കലും ആൻസർ എഴുതരുത്. ടിക്ക് എന്താ കൊടുത്തിരിക്കുന്നത്? x². വി ഹാവ് ഗിവൺ t as x². സോ സബ്സ്റ്റിറ്റ്യൂട്ട്
So it is equal to 1/2 tan inverse of 1/2 tan inverse of t യുടെ ഇവിടെ എന്താ x square, t യുടെ ഇവിടെ എന്താ x square plus c. എന്താ അടിപൊളിയാ, എന്താ അടിപൊളിയാ. സ്പെഷ്യൽ ഫോർമുല കാലയ്ക്ക് പൊളിച്ചു സാർ സ്പെഷ്യൽ ഫോർമുല. ഇനി ഒരു സ്പെഷ്യൽ ഫോർമുലയും കൂടി, നാലാമത്തെ. ഒരുപാട് സ്പെഷ്യൽ ഫോർമുല ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് 4 എണ്ണമേ സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. മുഴുവൻ പഠിച്ചാൽ നല്ലത്. അവസാന സമയം എന്തെങ്കിലും നോക്കിയിട്ട് പോകാന്നുള്ളവർക്കായിട്ടുള്ളതാണ്. മുഴുവൻ പഠിച്ചാൽ ഏറ്റവും നല്ലത്. അവസാന സമയം സാർ ഏതെങ്കിലും അങ്ങനെയുള്ള 4 എണ്ണാണിത്. ഇത് നോക്കിക്കേ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ. എന്താ ഫോർമുല? ഇൻ്റഗ്രൽ a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ dx ഈക്വൽ ടു x/2. സോ നോക്കിയേ, ഇവിടെ എയുടെ സ്ഥാനത്ത് എന്താ? ഈ ക്വസ്റ്റ്യനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് 9 നമുക്ക് എങ്ങനെ എഴുതാം? 3 സ്ക്വയർ x സ്ക്വയർ dx. അപ്പോൾ പൊന്നുമക്കൾ നോക്കി, എയുടെ സ്ഥാനത്ത് എന്താ? 3, എക്സിൻ്റെ സ്ഥാനത്ത് x. ഇനി ആ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദാറ്റ്സ് ഓൾ. ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നാളെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഈ സ്പെഷ്യൽ ഫോർമുല. സാറിപ്പോൾ എടുത്ത ഈ വീഡിയോ, ഈ എപ്പിസോഡ്, ഈ വീഡിയോ ദയവ് ചെയ്ത് നന്നായിട്ട് നോക്കിയിട്ട് പോകണം. സ്പെഷ്യൽ ഫോർമുല വിട്ട് കളയരുത്, നാളെ പൊളിക്കണം. അപ്പോൾ ഒന്ന് പറഞ്ഞേ, എന്താ ഫോർമുല? x/2. എക്സിൻ്റെ അവിടെ x തന്നെയാണ്. x/2 പറയും മക്കളെ. എക്സിൻ്റെ അവിടെ x തന്നെയാണ്. x/2 റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ a സ്ക്വയറിൻ്റെ അവിടെ 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് a സ്ക്വയർ ബൈ 2. a സ്ക്വയറിൻ്റെ ഇവിടെ എന്താ? 3 സ്ക്വയർ ബൈ 2. ആ ഫോർമുല ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എയുടെ സ്ഥാനത്ത് 3, എക്സിൻ്റെ സ്ഥാനത്ത് x. a സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. എക്സിൻ്റെ സ്ഥാനത്ത് എന്താ? x. എയുടെ സ്ഥാനത്ത് എന്താ? 3 പ്ലസ് സി. ഇസ് ഇറ്റ് സൂപ്പർ ഓർ നോട്ട്? ഇസ് ഇറ്റ് സൂപ്പർ ഓർ നോട്ട്? അടിപൊളി. ഫൈനൽ ആൻസർ ഓക്കെ. ഈ 4 സ്പെഷ്യൽ ഫോർമുലയും പഠിച്ചിട്ട് എൻ്റെ മക്കൾ നാളെ എക്സാമിന് പോയാൽ മതി. വേണമെങ്കിൽ നോക്കിയാൽ ഈ 4ന് എന്തായാലും ഒരു ചോദ്യം ഉറപ്പാണ്. നോട്ട് ചെയ്ത് വെച്ചു.